ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഒരു നോമ്പിൻ്റെ നാളുകളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഇന്നത്തെ ധ്യാന വിഷയം ബിഗിനിങ് ഓഫ് ലെൻറ്റ്, റെക്കൺസിലിയേഷൻ, നോമ്പ്, അനുരഞ്ജനത്തിൻ്റെ പാത. ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന 3 വേദഭാഗങ്ങൾ: ഉൽപ്പത്തി പുസ്തകം 33 അധ്യായം 1 മുതൽ 10 വരെ, എഫേഷ്യൻസ് 2:13 മുതൽ 22 വരെ, മത്തായിയുടെ സുവിശേഷം 5:21 മുതൽ 26 വരെ. എല്ലാ മതങ്ങളുടെയും ആത്മീയതയുടെ അവിഭാജ്യ ഘടകമാണ് നോമ്പും ഉപവാസവും. കർത്താവും രക്ഷകനുമായ യേശു കർത്താവിൻ്റെ മർത്തീകരണത്തിൽ കൂടി വെളിപ്പെടുത്തിയ സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെ ഉദാത്ത ഭാവമാണ് നോമ്പിലും ഉപവാസത്തിലും വിളങ്ങി നിൽക്കുന്നത്. ആത്മതപനത്തിൻ്റെ ബന്ധങ്ങളുടെ ഇഴയടുപ്പമാണ് നോമ്പിലൂടെ സാധ്യമാകേണ്ടത്. ശത്രുതയും വിദ്വേഷവും ക്രൂരതയും നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ അടുപ്പത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, അനുരഞ്ജനത്തിൻ്റെ ബന്ധങ്ങളുടെ ഊഷ്മളത ആവശ്യമാണ്. അവരൻ്റെ അവകാശങ്ങൾ തട്ടിയെടുക്കുന്ന, അവരനെ ശത്രുവായി കാണുന്ന മനുഷ്യൻ യഥാർത്ഥ മനുഷ്യത്വമുള്ളവനായി തീരുക, അത് ഒരു നോമ്പ് അനുഭവമാണ്. 3 പാഠങ്ങൾ ധ്യാനത്തിന് നൽകിയിരിക്കുന്നതിൽ പഴയ നിയമത്തിൽ ഉൽപ്പത്തി 33 അധ്യായം, ഒരു ഭവനത്തിൻ്റെ ഭാഗമായ 2 സഹോദരങ്ങൾ, യാക്കോവും ഏശാവും, സ്നേഹിക്കുവാൻ, കരുതുവാൻ, പങ്കിടുവാൻ വിളിക്കപ്പെട്ട സഹോദരങ്ങളാണ്. പക്ഷേ തട്ടിയെടുപ്പിൻ്റെ മാർഗം കവർന്നെടുക്കുവാൻ ശ്രമിക്കുന്ന 2 സഹോദരങ്ങൾ. പിതൃസ്വത്തിനോടുള്ള അമിതമായ ആഗ്രഹവും സ്വാർത്ഥതയും സഹോദര ബന്ധത്തിൻ്റെ പവിത്രത നഷ്ടപ്പെടുത്തുകയാണ്. നന്മ പകർന്ന് നൽകേണ്ട നാവുകൾ ഉപായ ചിന്തകളിലൂടെ ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തുകയാണ്. എന്നാൽ കാലം മുന്നോട്ട് പോയപ്പോൾ അകലങ്ങൾ അടുപ്പത്തിലേക്ക് വരികയാണ്. ആ അടുപ്പം ദൈവത്തിൻ്റെ മുഖദർശനമായി മാറുകയാണ്. സഹോദര ബന്ധത്തിലെ വിള്ളൽ ഭയവും അരക്ഷിത ബോധവും സൃഷ്ടിക്കുന്നു. എന്നാൽ പരസ്പരമുള്ള അഭിമുഖീകരണം കീഴടങ്ങളിലൂടെ പുതു സൃഷ്ടിയാവുകയാണ്. സ്വരുക്കൂട്ടുവാൻ ശ്രമിച്ചവൻ അനുരഞ്ജനത്തിലൂടെ പങ്കിടുവാൻ തയ്യാറാവുകയാണ്. അവിടെ സംതൃപ്തി വളരെയാകും. ഏശാവ് പറയുകയാണ്, എനിക്ക് വേണ്ടുവോളമുണ്ട്, നിനക്കുള്ളത് നിനക്കിരിക്കട്ടെ. അന്യം നിന്നു പോകുന്ന വാക്കുകളാണ് ഇത്. സഹോദരൻ്റെ കൂടെ അവൻ്റേത് കൈവശപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന ലോകത്തിൽ അനുരഞ്ജനം ഉളവാക്കുന്ന സംതൃപ്തി, അത് ഒരു ജൈവിക അനുഭവമാണ്, അതൊരു ക്രിസ്തു ഭാവമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5 അധ്യായം 21 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ യേശു കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗമാണ്. അവിടെ വായിക്കുന്നു, ആരാധനയ്ക്കുള്ള തിടുക്കമല്ല അനുരഞ്ജനത്തിൻ്റെ വഴിതേടലത്രേ യഥാർത്ഥ ആരാധന. മതപരമായ ആചാരങ്ങൾക്കപ്പുറം അനുരഞ്ജനത്തെ പ്രതിഷ്ഠിക്കുകയാണ്. അനുരഞ്ജനം ജീവൻ്റെ സംരക്ഷണത്തിനായുള്ള ദൈവിക നിയമങ്ങളുടെ, അനുഭവങ്ങളുടെ ഒരു സാക്ഷാത്കാരമാണ്. ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്, നിന്റെ വഴിപാട് യാഗപീഠത്തിൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിൽ മുമ്പിൽ വെച്ച് അതിനുശേഷം സഹോദരനോട് നിരന്നുകൊള്ളുക. പിന്നെ വന്ന് എനിക്ക് ആരാധന കഴിക്കുക. ആരാധനയ്ക്കുള്ള തിരക്ക് അല്ല, മറിച്ച് ബന്ധങ്ങളിലെ സുതാര്യതയും നേരെയാക്കലും ആകുന്നു. ഒരുപക്ഷെ തെറ്റ് ചെയ്യാത്തവൻ്റെ ഇനീഷ്യേറ്റീവാണ് അനുരഞ്ജനം സാധ്യമാവുന്നത്. അവിടെയാണ് ആരാധനയ്ക്ക് ദൈവ സ്പർശവും ക്രിസ്ത അനുഭവവും ഉണ്ടാകുന്നത്. എഫേസ്യ ലേഖനം 2 അധ്യായം 13 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ അവിടെ വായിക്കുന്നു, ഇരുപക്ഷത്തെയും ഒന്നാക്കി സമാധാനം ഉറപ്പുവരുത്തി. വേർപാടിൻ്റെ നടിച്ചുവരെ ഇടിച്ചു കളയുന്ന വലിയ ഒരു ആത്മീയാനുഭവമാണ് അനുരഞ്ജനം എന്ന് പറയുന്നത്. പൗലോസ് പറയുന്നു, അവിടെയാണ് ആരാധന സമ്പൂർണമാകുന്നത്. ഈ നോമ്പ് നാളുകൾ
ബന്ധങ്ങളിലെ വിള്ളലുകൾ തിരുത്തി അനുരഞ്ജന വഴിയിലൂടെ സഹോദരനെ ഒരേ ഉദരം പങ്കുവച്ചവനായി കാണുമ്പോൾ മാത്രമേ അർത്ഥവത്തായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ സാധ്യമാവും. തകർന്ന മനുഷ്യബന്ധങ്ങളുടെ അടിത്തറയിൽ ശരിയായ ആത്മീയത ഒരിക്കലും പണിത് ഉയർത്തുവാൻ ആകില്ല. യഥാർത്ഥ ആരാധനയും യഥാർത്ഥ നോമ്പും സാഹോദര്യ ബന്ധവും സഹോദരനെ സഹ ഉദരനായി കാണുന്നതും ആകുന്നു. അതിന് ഈ നോമ്പ് പ്രാർത്ഥനകളും ധ്യാനങ്ങളും ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.